അർത്ഥമാകുന്നു. പത്മനാഭനും ഞാൻ, കൃഷ്ണനും ഞാൻ, ഗണപതിയും ഞാൻ, തേങ്ങ കൊല കഴിച്ച. ഇതൊക്കെയാണ് ഇപ്പൊ ഈ ലോകത്തിന്റെ അവസ്ഥ. കണ്ട് സഹിയില്ല. അതാണ് ഈ വീഡിയോ ചെയ്യണത്. ഇപ്പൊ ഞാൻ യവനൊക്കെ ഒരു ദിവസം ഒന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ കുറച്ച് മുളക് പൊടി കണ്ണിൽ വാരി വിതറിയിട്ട് കർപ്പൂരം, അതിനു മുമ്പ് പെട്രോൾ കയ്യിൽ നിന്ന് തേക്കണം, എന്നിട്ട് കട്ട കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കണം, 2 കയ്യിൽ. എന്നിട്ട് കുറേ സമയം ഇങ്ങനെ വച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഓക്കെയാണ്, യുവമാരെ വണങ്ങാം. ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കാണാനുണ്ടായി. ഒരാൾദൈവം എന്ന് പറയുന്നത് കിണയെ അവൻ ഫാന് പിടിച്ച് നിർത്തുന്നുണ്ട് ഇങ്ങനെ കൈകൊണ്ട്. അതിന് പകരം മിക്സി നല്ല സ്പീഡ് കൂട്ടിക്കൊണ്ട് വെച്ചു കൊടുക്കുക, അതൊന്ന് പിടിച്ച് നിർത്തി തരണം. എനിക്ക് സമ്മതിച്ച് സന്യാസിയേ. ഒരു കാര്യം ഫസ്റ്റ് പോരുത്. ഒരു കാര്യം പറയാനാ, വേറെ ഒന്നുമില്ല. സൗഖ്യം പ്രാപിക്കുന്ന പാസ്റ്റർ ആയതുകൊണ്ട് പറയാണ്. കുറേ നാൾ കൊണ്ട് നട്ടനൊടിഞ്ഞ് രോഗി കിടക്കുന്നു, എണീക്കില്ല, ഉറപ്പാണ്. എല്ലാ ഡോക്ടർമാരും എണീക്കണം, ഒന്ന് സൗഖ്യം പ്രാപിച്ചേരണം. നടന്ന തന്നെ അവനവന്റെ കർമ്മം എന്താണോ, കർമ്മഫലം അതനുഭവിച്ചേ തീരും, ഇന്നല്ലെങ്കിൽ നാളെ. ഇനി എന്തിൻ്റെയൊക്കെ ബാക്കിൽ പോയാൽ ഒരാൾ ദൈവമില്ല. യുവമാരൊക്കെ ബാക്കിൽ നിന്ന് നടന്ന് വെറുതെ ജീവിതം വേസ്റ്റാക്കില്ലേ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ആൾ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മുതുക്കാട് സാർ മജിഷ്യൻ. ഓർക്കുക, അവനവന്റെ കർമ്മമാണ് അവനവന്റെ വിജയം. വിതച്ചതെന്താണ് അത് കൊയ്യുക തന്നെ ചെയ്യും. അതാണ് പ്രകൃതി നിയമം.